ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 60ാമത്തെ പാർട്ടാണ്. നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. സോറി ഒന്നും വേണ്ടടാ, ഞാൻ നാളെ അവളെ കണ്ട് പോവുക. എനിക്ക് വയ്യ ഇനിയൊരു റിസ്ക് എടുക്കാൻ. എനിക്ക് എൻ്റെ കുട്ടിയെ വലുത്. നീ കണ്ടതല്ലേ, കുറച്ച് സമയം കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പേടിച്ചു. എനിക്ക് അവളും അവൾക്ക് ഞാനും മാത്രം മതി. എനിക്കും അതാ ഇഷ്ടം. ദത്തൻ അകലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. എന്താണ് ദേവ ഈ പറയണേ? പാർവതി അവളറിയാതെ ചെയ്താടാ. എന്തായാലും പറഞ്ഞയുടെ ക്ലാസ് തുടങ്ങിയാൽ ഞങ്ങൾ ഇവിടുന്ന് പോവണമെന്ന് കരുതിയതാണ്. അതിൻ്റെ ഭാഗമായിട്ട് പപ്പയുടെ ഓഫീസിലെ എൻ്റെ വർക്കുകളും ഓഫീസിലെ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതിന് കുറച്ച് ദിവസം അവിടെ നിൽക്കണം. പറഞ്ഞ തറവാട്ടിൽ നിർത്തിയിട്ട് പോകാമെന്ന് ഞാൻ കരുതിയത്. പക്ഷേ ഇനി എന്തായാലും അത് വേണ്ട. അവളുടെ അമ്മയുടെ വീട്ടിലാക്കാം, അല്ലെങ്കിൽ കോകിലയുടെ വീട്ടിൽ. അങ്ങനെയാണെങ്കിൽ പോകുന്നിടത്ത് എനിക്ക് മനസ്സമാധാനമായിട്ട് നിൽക്കാമല്ലോ. എന്നാലും ദേവാ, സാരമില്ലടാ, ഞങ്ങൾ ഇടയ്ക്ക് വരുമല്ലോ. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞങ്ങൾ പോവും. ഒരു 5 ദിവസത്തെ പ്രോഗ്രാം എനിക്കുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വരും. പിന്നെ വർണ്ണയ്ക്ക് ക്ലാസ് തുടങ്ങുമ്പോഴേ തിരിച്ചു പോവുള്ളൂ. 5 ദിവസത്തെ കാര്യമല്ലടാ. എന്നാ പറഞ്ഞ ഇവിടെ നിന്നോട്ടെ. ഇവിടെയാകുമ്പോൾ ഞാനും മുത്തശ്ശിയൊക്കെ ഉണ്ടാവുമല്ലോ. അതിന് ചെറിയമ്മയും ഭദ്രനും ശീലമൊക്കെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതാകുമ്പോൾ എൻ്റെ കൂടെയാണല്ലോ എന്ന് അവർ കരുതിക്കോളും. ശരിയെന്ന് വെച്ചത് ചെയ്യതോ നീ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായി പാർവതി പരിണയത്തിൻ്റെ കാര്യം? അവളുടെ ഭാഗത്തു നിന്ന് വല്ല പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടോ? രത്തൻ കളിയാക്കി ചോദിച്ചു. ഇതുവരെ ഒന്നുമില്ല, ധ്രുവി ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. എന്താടാ കാര്യമായിട്ടൊരു ചർച്ച? പാർത്ഥിയും അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. വെറുതെ ഇരിക്കല്ലേ, അതുകൊണ്ട് പ്രണയത്തെക്കുറിച്ച് കുറച്ചു നേരം ചർച്ച ചെയ്യാമെന്ന് കരുതി. എന്തേ, SI സാറ് പങ്കെടുക്കുന്നോ? എപ്പോഴും വെട്ടും കൊല അടിപൊളിയൊക്കെയല്ലേ ഈ തലയിലുള്ളോ? ധ്രുവി പാർത്ഥിയുടെ തലയിൽ കൊട്ടിക്കൊണ്ട് പറഞ്ഞു. ഈ സമയത്ത് ചർച്ച ചെയ്യാൻ പറ്റിയ നല്ല ബെസ്റ്റ് ടോപ്പിക്ക് പ്രണയല്ലേ മോനെ. അഖിലസാരമൊഴിയിൽ പ്രണയം എന്നാണല്ലോ. സർവം പ്രണയമയം, വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫീലിംഗ് ഇൻ ദ വേൾഡ്. പാർത്ഥി പറയുന്ന കേട്ട് ദത്തനും ധ്രുവി ഞെട്ടിത്തെറിച്ചിരുന്നു. ആഹാ, എന്താ എൻ്റെ സാഹിത്യം! എടാ പാർത്ഥി ചന്ദ്രശേഖര, ഈ അടുത്തായിട്ട് നിൻ്റെ ചാറ്റിങ്ങും കോളിങ്ങും നിൻ്റെ ചാട്ട എവിടെയൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ വിചാരിക്കുന്ന പോലെയല്ല. അതാലോചിച്ച് മോൻ തലപോക്കേണ്ട. അല്ല, എന്നെ കൂട്ടാതെ എന്തെവിടെ ചർച്ച? ശ്രീ അവരുടെ അടുത്തേക്ക് വന്നു. വന്നല്ല അടുത്ത വനമാല. വന്ന കാലിൽ നിൽക്കാതെ ഉള്ള കാലിലിരിക്കും മിസ്റ്റർ ശ്രീരാഗ് മഹാദേവൻ. ശ്രീ ധ്രുവിയെ ഒന്ന് ഇരുത്തി നോക്കിയ ശേഷം അവൻ്റെ അരികിലിരുന്നു. ഇനി താങ്കൾ പറയൂ, എന്താണ് പ്രണയത്തെക്കുറിച്ച് മിസ്റ്റർ ശ്രീരാഗ് മഹാദേവൻ്റെ അഭിപ്രായം? കൈ മടക്കി വെച്ച് മയക്ക് പോലെയാക്കി ധ്രുവി ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ട് ശ്രീയുടെ മുഖമൊന്ന് മങ്ങിയെങ്കിലും അവൻ പെട്ടെന്ന് തന്നെ പുഞ്ചിരിയോടെ ഇരുന്നു. പ്രണയത്തെ കുറിച്ച് ഞാനെന്തു പറയാനാ? പ്രണയമാണ്. അയ്യട മനമേ, പ്രണയാണെന്ന് ഞങ്ങൾക്ക് പറയാം. കുറച്ച് സാഹിത്യപരമായിട്ട് പറയാനാ പറഞ്ഞത്, ദത്തം പറഞ്ഞു. പ്രണയം അനശ്വരമാണ്, അത്ഭുതമായൊരു വികാരമാണ്, മരണം പോലെ ശക്തമാണ്. പ്രണയിക്കുന്നവർ ഇനിയും പ്രണയിക്കുക, പ്രണയം നഷ്ടപ്പെടുന്നവർ വീണ്ടും പ്രണയിക്കുക, ഇതുപോലെ പ്രണയിക്കാത്തവർ ഒരിക്കലെങ്കിലും പ്രണയിക്കുക. കാരണം പ്രണയം എന്ന വികാരമായിരിക്കും ഭ്രാന്തനെ മനുഷ്യനാക്കുന്നതും മനുഷ്യനെ ഭ്രാന്തനാക്കുന്നതും. ശ്രീ അത് പറഞ്ഞു നിർത്തിയതും അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. അതും മറ്റു 3 പേരിലേക്കും പരന്നു. ഒരാൾക്കത് തൻ്റെ ആത്മാവിലെ അലിഞ്ഞ പ്രണയത്തെ ഓർത്തായിരുന്നെങ്കിൽ മറ്റൊരാൾക്ക് താൻ നേടിയെടുത്ത പ്രണയത്തെക്കുറിച്ചും, ഒരാൾക്ക് നേടിയെടുക്കാൻ പോകുന്ന പ്രണയത്തെക്കുറിച്ചാണെങ്കിൽ അടുത്ത ആൾക്ക് അത് നഷ്ടപ്പെട്ട പ്രണയത്തെക്കുറിച്ചുമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഇറങ്ങാനായി നിൽക്കുകയായിരുന്നു. മോള് വന്നോ? ഞാൻ വിളിക്കാൻ വേണ്ടി വരുമായിരുന്നു. എന്നാൽ നമുക്ക് ഇറങ്ങാം. അവളുടെ അലങ്കോലമായി മുടി ഒതുക്കി വെച്ച് ചെറിയമ്മ ചോദിച്ചു. അവളൊന്ന് മൂളി. ഇന്ന് പോവണോ? മുത്തശ്ശിയുടെ കൂട്ടി നാളെ പോയാൽ പോരെ? ഇവർ പൊക്കോട്ടെ.
ചെറിയ മുത്തശ്ശി വർണ്ണയെ നോക്കി ചോദിച്ചു. വർണ്ണ നേരെ ദത്തനെ നോക്കി. അവനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ പിന്നൊരു ദിവസം വരാം മുത്തശ്ശി, അവൾ പുഞ്ചിരിയിൽ പറഞ്ഞു. അല്പസമയത്തിനകം അവിടെ നിന്ന് ഇറങ്ങി. അവരെ യാത്രയാക്കാൻ ചെറിയ മുത്തശ്ശൻ ധ്രുവയും മുറ്റത്തേക്ക് വന്നിരുന്നു. 2 കാറിലായാണ് അവർ തിരികെ പോയത്. ആദ്യത്തെ കാറിൽ ചന്ദ്രശേഖരനും പപ്പയും അമ്മയും മുത്തശ്ശിയും ചെറിയച്ഛനും പോയി. അതിനു പിന്നിൽ ദത്തൻ്റെ ബുള്ളറ്റിൽ പാർത്ഥിയും ശ്രീരാഗും കൂടെ പോയി. ദത്തൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. കോ ഡ്രൈവർ സീറ്റിൽ ചെറിയമ്മയും കയറാൻ നിന്നു. ചെറിയമ്മ എൻ്റെ കൂടെ ഇരിക്കുമോ? ചെറിയമ്മയെ നോക്കി വർണ്ണ പറഞ്ഞു. ചെറിയമ്മ ബാക്ക് സീറ്റിൽ കയറി. ഞാൻ ഫ്രണ്ടിലിരിക്കും, ഭദ്ര പറഞ്ഞു. ഇല്ല, ഞാനിരിക്കും, ഷീല് പറഞ്ഞു. അവസാനം രണ്ടും കൂടെ അടിയായി. ഒരു പരിഹാരം എന്ന പോലെ ഷീലുവിൻ്റെ മടിയിലായി ഭദ്ര ഫ്രണ്ട് സീറ്റിലിരുന്നു. ബാക്കിൽ ചെറിയമ്മയുടെ മടിയിൽ തലവെച്ച് വർണ്ണയും അവളുടെ അടുത്തായി പാർവതിയും ദർശനയും ഇരുന്നു. പോകാൻ നേരം ധ്രുവി പാർവതിയെ കണ്ണെടുക്കാതെ നോക്കി നിന്നെങ്കിൽ അവൾ തിരിച്ചു നോക്കിയില്ല. ദത്തൻ്റെ കാർ ഗേറ്റ് കടന്ന് പോകുന്നു നോക്കി പുറത്തേക്ക് പോയി. വീടെത്തുന്നവരാരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. വീടെത്തിയതും ദത്തൻ നേരെ റൂമിലേക്ക് പോയി. മോളെ, പപ്പയുടെ വിളി കേട്ട് വർണ്ണ തിരിഞ്ഞു നോക്കി. എന്താ പപ്പേ? മോളും ദേവനും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ? അത് കേട്ടപ്പോൾ എന്ത് മറുപടി നൽകണം എന്നവൾക്കറിയില്ലായിരുന്നു. ഇല്ല പപ്പേ, എന്തേ? ഏയ് ഒന്നുമില്ല, രണ്ടുപേരും മൂഡ് ഓഫ് ആയിരിക്കുന്ന പോലെ തോന്നി, അതാ ചോദിച്ചേ. മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. പാപ്പ റൂമിലേക്ക് പോയി. വർണ്ണ തൻ്റെ റൂമിലേക്ക് നടന്നു. അവൾ റൂമിലേക്ക് വരുമ്പോൾ ദത്ത റൂമിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു മുണ്ട് മാത്രമാണ് വേഷം. അത് കണ്ട് കുളിക്കാൻ പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. വർണ്ണ ഒന്നും മിണ്ടാതെ ബെഡിൽ വന്നിരുന്നു. പോയി കുളിക്ക്, ദത്തൻ അവളെ നോക്കാതെ പറഞ്ഞു. ദത്തൻ്റെ ആ മാറ്റം വർണ്ണയ്ക്ക് വല്ലാതെ സങ്കടം വരുത്തിയിരുന്നു. അവൾ ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ കയറി. സങ്കടം സഹിക്കാനാവാതെ അവൾ ചുമരി ചാരി നിന്ന് കരഞ്ഞു. ദത്തൻ്റെ അകൽച്ച അവളെ അത്രയ്ക്കും വേദനിപ്പിച്ചിരുന്നു.